Please subscribe and click on the bell icon for more videos. നമസ്കാരം, ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ തമ്പനയില്ലാത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കാര്യമായി ബന്ധമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസോ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർ അവർക്ക് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് ഇത് സംശയമാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കളയണോ വേണ്ടിയോ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അപ്പോൾ തമ്പനയില്ലാത്ത കാണുന്ന പോലെ തന്നെ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇവർ ഇപ്പോഴത്തെ ഉക്രൈൻ ഇഷ്യൂവിൻ്റെ ബേസിൽ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? വിദേശത്ത് ഉപരിപഠനം നടത്തുക എന്ന് പറയുന്നത് കാലങ്ങളായി ഇന്ത്യയിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പല വലിയ വലിയ നേതാക്കന്മാരും മഹാത്മാഗാന്ധി ആണെങ്കിൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ വിദേശ ബിരുദങ്ങൾ നേടിയവരാണ്, വിദേശത്ത് പഠിച്ചവരാണ്. പക്ഷെ അന്നെല്ലാം ഇന്ത്യയിലുള്ള ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ വളരെ വിരളമായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഉക്രൈൻ പോലത്തെ ചെറിയൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഉള്ള ഒരു പ്രചോദനം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഉക്രൈനിനകത്തേക്ക് പോയതിൻ്റെ അകത്ത് ഒരു വലിയ ബഹുഭൂരിപക്ഷം ആളുകളും മെഡിസിൻ പഠനത്തിനായി പോയവരാണ്. ഇതിൻ്റെ അകത്തും ബഹുഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും ഒരു ഏജൻസി വഴിയോ കൺസൾട്ടൻസി വഴിയോ പോയവരാണ്. നമുക്കറിയുന്ന സാധാരണ അറിയുന്ന വളരെയധികം വിദേശ രാജ്യങ്ങളുണ്ട് എഡ്യൂക്കേഷന് പേര് കേട്ടത്. ഇപ്പോൾ US ആണെങ്കിലും യൂറോപ്പിലെ UK പോലുള്ള പല പല രാജ്യങ്ങളൊക്കെ ആണെങ്കിലും ഇവരൊക്കെയാണ് പ്രധാനമായും ക്വാളിറ്റി എഡ്യൂക്കേഷന് പേര് കേട്ടത്. പക്ഷേ പലപ്പോഴും പുതിയ കാലങ്ങളായി അറിഞ്ഞു കേട്ടിട്ടുള്ള കുറച്ച് രാജ്യങ്ങളാണ് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ. മാൾട്ട ആകട്ടെ, സൈപ്രസ് ആകട്ടെ, യുക്രൈൻ ആകട്ടെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ചേതോവികാരം എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ US-ലാണെങ്കിലും കാനഡയിലാണെങ്കിലും UK-ലൊക്കെ ആണെങ്കിലും പഠിക്കാൻ പോകാൻ വളരെയധികം പണം വേണം. പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ പണം വേണ്ട. സത്യം പറയുകയാണെങ്കിൽ ചിലപ്പം മെഡിസിൻ ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ടും എക്കണോമിക്കലായിട്ടും യുക്രൈനിൽ പഠിക്കാൻ കഴിയും. അതാണ് മാതാപിതാക്കളെയും കുട്ടികളെയും ആകർഷിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, ഉക്രൈൻ പറഞ്ഞു വരുമ്പോൾ അത് യൂറോപ്പിൽ തന്നെയാണ്. അപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ബിരുദം നേടിയതിനു ശേഷം പറയും യൂറോപ്പിൽ നിന്നുള്ള ഒരു ബിരുദധാരി ആണ് എന്ന് പറയാം. മൂന്നാമത്തെ കാര്യം, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് പണം നേടാനുള്ള ഒരു അവസരം. കാരണം ഇന്ത്യൻ കറൻസിയേക്കാളും ഉയർന്ന മൂല്യത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് പണിയെടുത്താൽ അൺപ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാവും. നാലാമത്തെ കാര്യം, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു എക്സ്പോഷർ. പലപ്പോഴും ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ നാട്ടിലല്ലാത്തൊരു എക്സ്പോഷറിന് അത് ഒരു കുട്ടിയുടെയോ വലിയ ആളുടെയോ ആരുടെ ആണെങ്കിലും ഒരു ഔട്ട്ലുക്ക് വളരെയധികം മാറ്റിമറിക്കും. ഈ പറഞ്ഞ പോലത്തെ ചെറിയൊരു ലോകമല്ല ഉള്ളതെന്നുള്ളത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ പുറത്തു പോയി പഠിക്കുന്നത് കൊണ്ട്, അഥവാ പ്രത്യേകിച്ച് ഉക്രൈൻ പോലത്തെ ഒരു കുഞ്ഞു രാജ്യത്ത് പോയി പഠിക്കുന്നതിൻ്റെ ആകർഷണീയത. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ആകർഷണീയത മറ്റൊന്നുമല്ല, ചുരുങ്ങിയ ഫീസിൽ മെഡിസിൻ പഠിക്കാമെന്നുള്ള ആകർഷണീയതയാണ്. എന്തുകൊണ്ടാണ് ആ ആകർഷണീയതയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും എയിംസ് പോലെയൊക്കെ ഉള്ള ഒത്തിരി മെഡിക്കൽ കോളേജസ് ഉണ്ട്, ക്വാളിറ്റി മെഡിക്കൽ കോളേജസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ കോളേജസ് ഒന്നും യുക്രൈനിലില്ല. അതൊരു സത്യമാണ്. ആരൊക്കെ എത്രയൊക്കെ വാദമൊന്നും ഉന്നയിച്ചാലും. പക്ഷേ എത്ര പേർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്നുള്ളൊരു ചോദ്യമാണ്. കൂടാതെ മലയാളിയെ സംബന്ധിച്ച് ചില പ്രൊഫഷണലുകളോടുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം, അതിൽ ചേരുവാനുള്ള ത്വര, എൻ്റെ മക്കളെ ഡോക്ടറാക്കണമെന്നുള്ള ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും അതാണ് മറ്റൊരു മോട്ടിവേഷൻ ഉക്രൈൻ പോലത്തെ രാജ്യങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് പല പല കൺസൾട്ടൻസികൾക്കും കേരളം വളക്കൂറായിട്ടുള്ള ഒരു മണ്ണായി മാറുന്നതിൻ്റെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യുക്രൈനിലുള്ള കുട്ടികളുടെ കഷ്ടപ്പാടുകളും അവരുടെ ദുരിതങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള കഷ്ടപ്പാടുകളും അവിടെ ചെല്ലുന്നത് കൊണ്ട് ഞാൻ ഇത്രയും വലിയ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മറ്റൊരു രാജ്യത്ത് ഇന്ത്യ വിട്ട് നമ്മൾ പുറത്തെവിടെ എത്തിയോ, അതിപ്പോൾ നേപ്പാളാകട്ടെ, US ആകട്ടെ, UK ആകട്ടെ, എവിടെ ചെന്നു, അവിടെ ചെന്നാൽ നമ്മുടെ അവകാശങ്ങൾ പരിമിതമാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ വിലപേശുന്നത് പോലെ ഇന്ത്യയുടെ പുറത്ത് പോയാൽ നമുക്ക് വിലപേശാൻ കഴിയില്ല. അത് ഒരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു പ്രൊഫഷണൽ ആകട്ടെ, ആരുമാകട്ടെ. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും രണ്ടാം തരം പൗരന്മാരാണ്. പിന്നെ എല്ലാം കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴോ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിലെ മിക്ക യൂണിവേഴ്സിറ്റിയിലും കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇക്വലൻസിയുടെ പ്രശ്നങ്ങൾ. ഇവിടെ വന്ന് തിരിച്ച് വീണ്ടും പരീക്ഷ എഴുതണം. പണ്ടൊക്കെ കാഗസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. എക്സാമൊക്കെ എഴുതി ഇക്വലൻസി ടെസ്റ്റിനൊക്കെ വേണ്ടി പണ്ട് കാലങ്ങളിൽ റഷ്യയിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്ന USSR ആയിരുന്ന കാലത്ത്, USSRൽ പോയി പഠിച്ച് തിരിച്ചു വരുന്ന കാലത്ത്. അപ്പോൾ ഈക്വലൻസിയുടെ ഒരു പ്രശ്നം, ഈക്വലൻസിക്ക് പ്രശ്നമൊന്നുമില്ല, നാട്ടിൽ വന്ന് എഴുതിയാൽ പാസ്സാകും. പക്ഷേ അതിനകത്ത് വലിയൊരു പ്രശ്നം എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ എൻട്രൻസ് എക്സാമുകൾ, നീറ്റ് ഉൾപ്പെടെയുള്ള എൻട്രൻസ് എക്സാമിന് എഴുതി ക്വാളിഫൈ ചെയ്യാൻ കഴിയുമോ എന്നോ സംശയമുള്ളവരാണ് പലപ്പോഴും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവർ ഒരു 5-6 വർഷത്തെ ബിരുദം നേടി തിരിച്ചു വരുമ്പോൾ
ഇന്ത്യയിലെ ഇക്വൻസി ടെസ്റ്റുകൾ പാസ്സാകാനുള്ള ഒരു കോമ്പിറ്റൻസി നേടിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നേടിയെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റുകൾക്ക് കടലാസിന്റെ വില മാത്രമേ ഉണ്ടാകൂ. ബിരുദം ഇവിടെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, മെഡിക്കൽ കൗൺസിൽ അല്ല, ബിരുദം തന്നെ ഇവിടെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിഗ്രിയായി കണക്കാക്കി ഒരു ബാങ്ക് ജോലിക്ക് പോലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെയും മറ്റു പല രാജ്യങ്ങളിലെയും ഒരു അക്കാഡമിക് കൾച്ചർ വേറെയാണെന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറച്ചു മുമ്പ് TV ന്യൂസിന്റെ അകത്ത് ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് അവിടെ ഇപ്പോഴും ക്ലാസ് നടക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാതിരുന്നത് അവിടെ ക്ലാസ് നടക്കുന്നത് കൊണ്ടാണ്. യുദ്ധഭീഷണി ഉണ്ടെങ്കിൽ പോലും അവിടെ ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ, അറ്റൻഡൻസ് മിസ്സായി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ക്ലാസ്സിന് പോകണം. പെർ ഡേ വെച്ചിട്ട് കൂടുതലായി പൈസ അടയ്ക്കണം. അതോടുകൂടി ചിലപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പണം തന്നെ എഫക്റ്റീവ്ലി ടോട്ടൽ കോസ്റ്റ് ഫോർ ദ കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം അത്രയൊക്കെ തന്നെ എത്തിപ്പെടും. അപ്പം ഇങ്ങനെയുള്ള ഒരു കൺസേൺസും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അറിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വലിയൊരു പെരുമഴ പെയ്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകൾക്ക് അവധി കൊടുത്ത് എല്ലാവരും വീട്ടിലിരിക്കും. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ അതും ഒരു കൺസേൺ ആണ്. അക്കാഡമിക് കൾച്ചർ തന്നെ വേറെയാണ്. പിന്നെ ഇതിന് ആകെയുള്ളൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കോളേജുകളും യൂറോപ്പിലുള്ളതാകട്ടെ US-ലുള്ളതാകട്ടെ ഒരു 2ാം തരം 3ാം തരം 4ാം തരം കോളേജുകളിലൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും കാര്യമായിട്ടൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ല. അവിടെയെല്ലാം പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സംഭവിച്ച പോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാവരും നിസ്സഹായരാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും കോളേജുകളിലാണെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയോട് പറയാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പറയാം. ഇന്ത്യയിലെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടേ ഇന്ത്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തിക്കും. അപ്പം നമുക്ക് നമ്മുടേതായ അധികാരങ്ങളും അവകാശങ്ങളും അവിടെ നേടിയെടുക്കാനുണ്ട്. പക്ഷെ ഇന്ത്യയുടെ പുറത്തെത്തുന്നതോട് കൂടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കാര്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റൊരു ന്യൂസ് ഇപ്പം അടുത്ത ഇടയിൽ കേട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനിയൻ പ്രസിഡന്റ് എല്ലാ ജനങ്ങളോടും ആയുധം എടുത്ത് പുറത്തിറങ്ങാൻ പറഞ്ഞു. ആയുധ പരിശീലനം നൽകുന്നു, പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നു. ഇതെല്ലാം ഒഫീഷ്യലായിട്ട് നൽകുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ മറ്റൊരു നാട്ടിൽ ചെന്ന് ജീവിക്കുന്നു, ആയുധ പരിശീലനം നേടിയ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റും തിങ്ങി പാർക്കുന്നു. അവർ കൊന്നും കൊടുത്തും അറപ്പുമാറിയ കുറെ പേരുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും കുഞ്ഞുങ്ങളാണ്. ഇവർ എത്രത്തോളം സുരക്ഷിതമാണ് അവിടെ? അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഞാനിത് പറയുന്നത് യുക്രൈനെ കുറിച്ച് മാത്രമല്ല, ഇങ്ങനെയുള്ള 3ാം നിര രാജ്യങ്ങൾ അവയുടെ എല്ലാം അവസ്ഥ മറ്റൊന്നല്ല. ഇന്ത്യ ഒരു പരിധി വരെ ഇത്രയും സുരക്ഷിതമായി ഇരിക്കുന്നത് ഇവിടെ ഫ്രീ ആംഡ് ലൈസൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നമ്മൾ പോകുന്നതിന് മുമ്പ് ഇനിയിപ്പം ഉക്രൈൻ പോലത്തെ ഒരു രാജ്യത്തിന്റെ റേറ്റിംഗ് ഏജൻസികളുടെ റേറ്റിംഗ് എടുത്ത് നോക്കുക. ഇന്ത്യക്ക് BAA+, BAAA+ ഒക്കെ റേറ്റിംഗ്സ് കൊടുക്കുമ്പോൾ യുക്രൈന് B റേറ്റിംഗ് മാത്രം കൊടുക്കുന്നു. ഇത് എക്കണോമിക്കലും ഇൻവെസ്റ്റ്മെന്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ജനറലി കൊടുക്കുന്നത്. അതേസമയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെർ ക്യാപിറ്റ ഇൻകം, GDP, അതായത് പെർ ക്യാപിറ്റ GDP, ഇതെല്ലാം ഇന്ത്യയെക്കാളും വളരെ മുമ്പിലാണ് ഉക്രൈൻ. എങ്കിൽ പോലും എന്തുകൊണ്ട് റേറ്റിംഗ് താഴേക്കായി? ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻവെസ്റ്റർ അവിടെ കൊണ്ടുപോയി പണം ഇട്ടാൽ ആ പണം അടുത്ത 5 വർഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുമോ? സ്റ്റാൻഡേർഡ് റിസ്ക് എല്ലാം അതിനെതിരായി ഹെഡ്ജ് ചെയ്യപ്പെടുന്നു എന്ന് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഒരു ഇൻവെസ്റ്റർക്ക്, നിക്ഷേപകന് അവിടെ എത്രത്തോളം രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തികമായിട്ടുള്ള നിലയിൽ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും ആ പണം, എത്രത്തോളം സുരക്ഷിതമായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ്. ഒരു റേറ്റിംഗ് ഏജൻസി, ഫിച്ച് ആകട്ടെ, മൂഡീസ് ആകട്ടെ, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ആകട്ടെ, നമ്മുടെ ക്രിസിലിന്റെ പാരന്റ് കമ്പനി സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഇവരുടെ ആരുടെയും റേറ്റിംഗ്സ് ഒരു കാലത്തും ഉക്രൈൻ ഇന്ത്യയെക്കാളും മുകളിൽ പോയിട്ടില്ല, വളരെ താഴെയാണ്. ഈ പറഞ്ഞ പെർ ക്യാപിറ്റ GDP ഇൻകം ഒക്കെ ഇന്ത്യയെക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ ഇൻഡിക്കേറ്ററാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു അഡ്മിഷൻ സീസണാണ്. ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ മൺസൂണും സമ്മറും വിന്ററും ഒക്കെ പോലത്തെ ഒരു സീസണാണ് അഡ്മിഷൻ സീസൺ. ഒരു ജാനുവരി മുതൽ അങ്ങോട്ട് വളരെ റിഗറസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. കുട്ടികളുടെ, പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്കൂളുകളിൽ നിന്നോ കോച്ചിങ് സെന്റേഴ്സ്, എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിൽ നിന്നോ ഇവന്നൊക്കെ കരസ്ഥമാക്കി പല പല ഏജൻസികളും, റിക്രൂട്ടിംഗ് ഏജൻസി, ഓവർസീസ് എഡ്യൂക്കേഷൻ റിക്രൂട്ടിംഗ് ഏജൻസി, അവരെ വിളിച്ചു, പാരൻസിനെ വിളിച്ചു, കൺവിൻസ് ചെയ്തു, നിങ്ങളെ അവിടെ കൊണ്ടുപോയി കൊടുത്തു, വേറെ നിങ്ങളെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്ത് ഡോക്ടറാക്കി തരാം എന്നെല്ലാം പറഞ്ഞിട്ട് വളഞ്ഞിട്ട് പിടിച്ച് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തിരിച്ചു വന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ 99% കുട്ടികളും ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇവർ പലവരുടെയും ക്യാൻവാസിങ്ങിൻ്റെ അകത്തൊക്കെ അകപ്പെട്ട് പോയവരാണ്.
അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള പാരൻസിനെ കുറിച്ച് പറയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. ഒന്ന്, നിങ്ങൾ വിദേശത്ത് നിങ്ങളുടെ കുട്ടിയെ പഠനത്തിന് അയക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ കിട്ടാത്ത രീതിയിൽ ഉള്ള നിലവാരത്തിലുള്ള ഉന്നത നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിനായി മാത്രമേ അയക്കൂ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതായത് ഉന്നത നിലവാരത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ പോയി നോക്കി അവിടത്തെക്കാളും ഇൻഫ്രാസ്ട്രക്ചർ കണ്ടാൽ മറ്റേ യൂറോപ്പിലെ മാൾട്ടയിലോ ഉക്രൈനിലെയോ കോളേജുകളൊക്കെ കണ്ടാൽ നല്ലതുണ്ട്, എൻ്റെ ഫോട്ടോ കണ്ടാൽ നല്ലതുണ്ട്, വീഡിയോ കണ്ടാൽ നല്ലതുണ്ട് എന്നിങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക്, ആ ഒരു കോളേജിന്, ആ ഒരു രാജ്യത്തിന് ഉള്ള റെപ്യൂട്ടേഷൻ എന്താണ്? ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡിൽ നിങ്ങളുടെ മകൻ BA എക്കണോമിക്സിന് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പറയാതെ അതിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ആ ഒരു ക്വാളിറ്റിയിൽ ഉള്ള പഠനം ഇന്ത്യയിൽ സാധ്യമല്ല. ഉക്രൈൻ പോലത്തെ രാജ്യങ്ങളിൽ മെഡിസിൻ പോലും എൻട്രൻസ് ഇല്ലാതെ ആളെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ബുദ്ധിമുട്ടാണ് അവിടെ കുട്ടികളെ കിട്ടാനെന്ന്. അവിടെ നമ്മളെ കുട്ടികളെ വെച്ചിട്ടല്ല ഫില്ല് ചെയ്യേണ്ടത് അവർ. അപ്പോൾ നിങ്ങളുടെ മക്കളെ ഉക്രൈനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇതേപോലെയുള്ള 3ാം തരം 4ാം തരം രാജ്യങ്ങളിൽ വിദേശ പഠനത്തിനായി നിങ്ങൾ അയക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അതാ. ഒന്ന്, രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. രാജ്യത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ചയുണ്ടോ? സ്റ്റേബിൾ ആണോ രാജ്യം? എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും രാജ്യം സ്റ്റേബിൾ ആണോ? രാജ്യം എത്രത്തോളം സുരക്ഷിതമാണ്? റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ് എല്ലാം വലിയൊരു പരിധി വരെ അതാണ് കൺവേ ചെയ്യുന്നത്. ഇനി അഥവാ നിങ്ങൾ വലിയ രാജ്യങ്ങളിലാണ് അയക്കുന്നതെങ്കിൽ, അമേരിക്കയോ UK പോലത്തെ രാജ്യങ്ങളിലാണ് അയക്കുന്നതെങ്കിൽ, നിങ്ങൾ പിന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ മതി. രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ രാജ്യത്തെക്കുറിച്ചും തിരക്കണം. അത് നല്ല രീതിയിലുള്ള രാജ്യമാണോ? സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി ഒക്കെ സ്റ്റേബിൾ ആണോ? മറ്റൊരു സ്റ്റാൻഡേർഡ് റിസ്ക് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുക്രൈനെ കുറിച്ച് ഇപ്പോൾ 4 വർഷം മുമ്പോ 3 വർഷം മുമ്പോ ജോയിൻ ചെയ്തതിനെ സംബന്ധിച്ച് ആ സമയത്ത് യുക്രൈൻ ഇത്ര പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ചെറിയ രാജ്യങ്ങൾ എല്ലാ സമയവും ഏത് സമയം വേണമെങ്കിലും രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഉള്ള ഒരു അനിശ്ചിതത്വത്തിന് ഭാഗമാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ ചൈനയെ ആക്രമിക്കുന്നില്ല, ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നില്ല? ഇതിൻ്റെ എല്ലാം ഉത്തരം വളരെ ലളിതമാണ്. ഭയമാണ് കാര്യം. ഇന്ത്യ ചൈനയ്ക്ക് ആക്രമിക്കാൻ ഭയമാണ്. കാരണം ഇന്ത്യ ചൈനയുടെ മുകളിലുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലായിരിക്കും. ഓടുന്നവനും കിതയ്ക്കും, ഓടിക്കുന്നവനും കിതയ്ക്കും എന്ന് പറയുന്ന പോലെ ഇന്ത്യ ചൈനയെ ആക്രമിക്കുകയോ ചൈന ഇന്ത്യയെ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും നഷ്ടം വരും. അതേസമയം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിലെ അവസ്ഥകൾ അതല്ല. ആർക്കും ഏത് സമയവും എങ്ങനെ വേണമെങ്കിലും കയറി മേയാനുള്ള ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ അയക്കുമ്പോൾ ഫീസ് കുറവാണ്, അല്ലെങ്കിൽ വലിയ ഹൈഫൈ കോഴ്സുകൾ അവിടെ നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞയക്കരുത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ 3ാം വർഷം 4 വർഷത്തെ ഒരു കോഴ്സുള്ള ഒരു കുട്ടി 3ാം വർഷത്തിന് ശേഷം അവിടെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ആഭ്യന്തര കലാപമോ ഒക്കെ ഉണ്ടായി കുട്ടിയുടെ സുരക്ഷിതത്വം തന്നെ ഒരു ചോദ്യചിഹ്നമായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചയക്കില്ല. അതേസമയം നിങ്ങൾ 3 വർഷത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പണം, കുട്ടിയുടെ 3 വർഷം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് നഷ്ടമായി. കുട്ടിയുടെ കരിയറാണ് നഷ്ടമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ ജീവിതം വെച്ചിട്ട് റിസ്ക് എടുക്കരുത്. ഇന്ത്യയിലെ നല്ലൊരു കോളേജിൽ BCom പഠിച്ചാൽ ചിലപ്പോൾ അനിശ്ചിതാവസ്ഥ ഉള്ള ഒരു രാജ്യത്ത് മെഡിസിൻ പഠിക്കുന്നതിനേക്കാൾ മനസമാധാനവും ഭാവിയും നന്നാകും. നമ്മൾ നമ്മളുടെ കുട്ടികളുടെ ഭാവി വെച്ചല്ല പന്താറിട്ടത്. കാരണം അവർക്ക് പകരം വെക്കാൻ വേറെ ഇല്ല. ഇന്ത്യയിൽ ഏത് 3ാം തരം രാജ്യങ്ങളെക്കാളും വളരെ ഉന്നത നിലവാരത്തിൽ ഏത് കോഴ്സും ഓഫർ ചെയ്യുന്ന കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അക്കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. എഞ്ചിനീയറിംഗ് ആകട്ടെ, മെഡിസിൻ ആകട്ടെ, വലിയ ന്യൂ ജനറേഷൻ കോഴ്സുകളാകട്ടെ, ഫാർമസ്യൂട്ടിക്കൽ കോഴ്സുകളാകട്ടെ, കോമേഴ്സ് കോഴ്സുകൾ, മാനേജ്മെന്റ് കോഴ്സുകൾ ഏതും ആകട്ടെ, ലോകത്തെ മുൻനിര കോളേജുകളും മുൻനിര യൂണിവേഴ്സിറ്റികളുമായി കിടപിടിക്കാൻ പറ്റിയ കോഴ്സുകളും അവരുടെ നിലവാരവും ഉള്ളത് ഇന്ത്യയിലുണ്ട്. എന്നിട്ടും പുറത്തു പോകുന്നുവെങ്കിൽ അവയ്ക്ക് പലപ്പോഴും ന്യായീകരണം ഉണ്ടാകില്ല. ദയവായി ഈ ഒരു വീഡിയോ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. പുതുതായിട്ട് ഈ വർഷം പല വിദേശ രാജ്യങ്ങളിലും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന പല കുട്ടികളുടെ മാതാപിതാക്കൾ ദയവായി നിങ്ങൾ ഒരൊറ്റ ഒബ്ജക്റ്റീവ് മാത്രം ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ പല ആസ്പെക്റ്റുകളും ചിന്തിക്കുക. യൂണിവേഴ്സിറ്റി മാത്രമല്ല, രാജ്യം അടുത്ത 5 വർഷം എന്ത് സംഭവിക്കും, ആ ഒരു രാജ്യത്തിന്റെ സുസ്ഥിര വികസനം എന്താണ്? വലിയ വലിയ രാജ്യങ്ങളിലേക്ക് സുസ്ഥിര വികസനമൊക്കെ നിങ്ങൾ HSBC എക്സ്പാറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിലൊന്നും നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ മൂഡീസ് ഒക്കെ പോലത്തെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റേറ്റിംഗ് ഏജൻസികളുടെ റേറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും നിക്ഷിപ്ത താല്പര്യത്തോടു കൂടി നിങ്ങളെ സമീപിക്കുന്നവർ, നിങ്ങളുടെ മക്കളെ ഡോക്ടറാക്കാനോ എഞ്ചിനീയർ ആക്കാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമീപിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്. നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ സ്വന്തമായി തീരുമാനിക്കുക.
നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. കാരണം നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഏറ്റവും നന്നായി അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആലോചിക്കാൻ പറ്റുന്നത് മറ്റാരുമല്ല, അത് നിങ്ങൾ മാത്രമാണ്. ഇതോട് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.